ഹലോ ഗൈസ്, ഞാനപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ അടുത്ത് ഇത് കഴിച്ചായിരുന്നു ഈ ഒരു റെസിപ്പി. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കുന്നത് കുറച്ചായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കാറ്, പക്ഷേ എന്നാലും എനിക്ക് കാണിച്ച് തരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കാണിച്ച് തരാം. കറക്റ്റൊന്നുമല്ല, എൻ്റെ ഒരു തട്ടിക്കൂട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം, നിർബന്ധിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്ക് 2 ടൈപ്പ് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ അത് ഓൾറെഡി എടുത്ത് വെച്ചു. ഒരെണ്ണം ഞാൻ തേങ്ങ പിഴിഞ്ഞുണ്ടാക്കിയതാണ്, ഒരെണ്ണം ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. പിന്നെ അതിന് നമുക്ക് നെയ്യിൽ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ കോക്കനട്ടും സോട്ട് ചെയ്തെടുക്കണം. അത് ലാസ്റ്റാണ് ചെയ്യുക, പക്ഷേ ഞാൻ ആദ്യമേ ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തു. അതിനുശേഷം നമുക്കൊരു 1/2 kg ബനാന ആവശ്യമുണ്ട്. അത് ഞാനിപ്പോൾ അടുത്തൊരു എൻഗേജ്മെൻറ്റിന് കഴിച്ചതാണിത്. ഞാൻ നോർമലി ഈ വൈറ്റ് കളർ പായസങ്ങളെ കുടിക്കാറുള്ളൂ. ഈ ബ്രൗൺ കളർ ഞാൻ ഒട്ടും കുടിക്കാറില്ല. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ട്രൈ ചെയ്തപ്പോൾ സാധാ പോലത്തെ അല്ല. സാധാ ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര കുഴാന്നിരിക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇത് എന്താ കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് യൂട്യൂബ് നോക്കിയപ്പോൾ ഇങ്ങനെ വേവിച്ച് മിക്സിയിലടിച്ചിട്ട് ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് ഉടച്ചെടുക്കുക ചെയ്യുക. അതുകൊണ്ടാണ് ഇത്ര കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായി കട്ട് ചെയ്തെടുക്കാം, പക്ഷേ ഇത് ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കുഞ്ഞു പീസായി കട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാനതെല്ലാം ഭയങ്കര പ്രൊഫഷണലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്, കണ്ടറിഞ്ഞൂടെ കണ്ടറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് പീസ്, വളരെ ചെറുത് ആവണമെന്നില്ല, എന്നാലും നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് ഉടച്ച്, ഞാൻ മാഷർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരു 1/2 kg ബനാനയാണെന്ന് വെച്ചാൽ ഒരു 350 gram ശർക്കര നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ഞാൻ ഇടയ്ക്ക് കുറച്ചെടുത്ത് തിന്നുന്നുണ്ട്, ഗുഡ് ഫോർ ഹെൽത്ത്. അതുകൊണ്ട് അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ചധികം നെയ്യ് വേണം, ഇച്ചിരി ഇരുന്നോട്ടെ. എന്നിട്ട് ബനാന ഇട്ടിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. പക്ഷേ ഇതിങ്ങനെയല്ല, 2 കൈ വെച്ച് നല്ല ഇതാക്കണം. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ എടുക്കുന്നില്ല, അത് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ടാണ്. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ കണ്ടോ, ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഉടച്ചെടുത്തോണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അത് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഒരു അടുത്ത സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് ശർക്കര ഇട്ടിട്ട് കുറച്ച് വെള്ളം മതി. എന്നിട്ട് അത് ഉരുക്കിയെടുക്കണം. അത് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉടച്ചെടുത്തില്ലേ, അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഉരുക്കി വെച്ച ജാഗറി ശർക്കര അതിലോട്ടേക്ക് മറ്റേലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഇതിൽ പീസസ് കണ്ടില്ല, ആ പീസസൊക്കെ നന്നായി മിക്സ് ചെയ്യണം. ഇങ്ങനെയല്ല, 2 കൈ വെച്ച് നല്ല ഇതാക്കണം. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നല്ല കുഴാന്നിരിക്കും, പക്ഷെ കുഞ്ഞു കുഞ്ഞു പീസസും ഉണ്ടാവും, വലിയ പീസസ് അല്ല. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ, തിൻ തേങ്ങാപ്പാലില്ലേ, അതൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, അതും ഒഴിക്കണം. അതും ഒഴിച്ചിട്ട് പിന്നെ അധികം തിളപ്പിക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഇതില്ലേ കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ ആദ്യമേ വറുത്ത് വെച്ചത്, അത് നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തായിരുന്നു, ഞാൻ ഇതിൽ കാണിച്ചില്ല. ആഡ് ചെയ്യാം നമുക്ക്. അതിന് ശേഷം നമ്മൾ പായസം റെഡിയാണ്. പിന്നെ പാത്രം കഴുകാൻ ഇച്ചിരി അധികം ഉണ്ട്, നല്ല അലമ്പാക്കി ഇട്ടുകൊണ്ട്. ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്